ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിനകത്തിൽ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്, ട്രോള് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിനകത്തിൽ കുറച്ച് റീച്ചായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗ്ലാമി കെങ്കി എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആളുടെ സബ്സ്ക്രൈബറാണ്. എനിക്ക് ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഫോട്ടോ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിടം തൊട്ടിട്ട് ആ ആളിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പം കൊണ്ടിട്ട് ട്രോളായിട്ടും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണ് ട്രോളും എന്താണ് റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി, അതായത് വിഷ്ണു, ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്, അതിനകത്തൊരു മകളുണ്ട് എന്ന് ആൾ പറയുന്നുണ്ട്. അപ്പം ഗ്ലാമി ഗംഗയുടെ വീഡിയോക്കകത്തിലല്ല പറയുന്നത്, പഴയൊരു ഇൻ്റർവ്യൂവിനകത്താണ് പറയുന്നത്. അപ്പം ഗ്ലാമി ഗംഗ രണ്ടാമത് ആദ്യമേ കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ചെറുക്കനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോശമായിട്ടുള്ള ട്രോളും ഉണ്ട്, പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്ലാമി ഗംഗയ്ക്കും ഗ്ലാമി ഗംഗയുടെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നമാണോ ബാക്കിയുള്ളവർക്ക്? ഇപ്പം ഈ വിഷ്ണു എന്ന് പറയുന്ന ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് കൊച്ചുണ്ട്, അതുപോലെ തന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്, ഡിവോഴ്സ് ആണ് എന്നൊക്കെ ഉള്ളപ്പം അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണോ ഇതൊക്കെ പ്രശ്നം? അവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവരൊരു കല്യാണത്തിലേക്ക് പോകുന്നത്. അതിനകത്ത് നമ്മളെടുത്തിട്ട് ട്രോളായിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം അവരാണ് ജീവിക്കേണ്ടത്. ഈ പറയുന്ന നമ്മളാരും അല്ല അവരുടെ കൂടെ ജീവിക്കേണ്ടത്. അവരുടെ ഇഷ്ടമാണ്, ഗ്ലാമി ഗംഗയുടെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണം വേണ്ട എന്നുള്ളതല്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് അതായത് ഞാൻ കണ്ടത് ട്രോളും കുറച്ച് റിയാക്ഷൻ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ. ഇപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ അതിനെ ഒരു കാര്യം റിയാക്ട് ചെയ്യുമ്പം അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. കാര്യം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പോരാത്തതിന് അവർ നമ്മളെ മനസ്സിലാക്കണം. ഇപ്പം ഗ്ലാമി ഗംഗ ആ ആദ്യത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്ന വീഡിയോക്കകത്ത് പറയുന്ന കാര്യം, രണ്ടുപേരും ഒരേ പാതയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് രണ്ടുപേരൂടെ സെറ്റ് ആവുന്നതെന്ന്. കാര്യം ഗ്ലാമി ഗംഗ ഒരു ബ്രേക്കപ്പ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയ സമയത്താണ് ഈ വിഷ്ണു ഡിവോഴ്സ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നത്. ഡിവോഴ്സ് എന്ന് അവർ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല. ഒരേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാലും ഇപ്പം അവരാണ് അവരുടെ ജീവിതം നോക്കേണ്ടത്. അതിനകത്ത് നമ്മൾ കയറി വിമിഷ്ടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് വരാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, പുള്ളിക്കാരി ആ വീഡിയോ ഇട്ടിടം തൊട്ട് ഒരുപാട് ട്രോള് വരുന്നുണ്ട്. ഒരു കൊച്ചുള്ളൊരുത്തനെയാണ് ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവർക്ക് പ്രശ്നമില്ലാത്തടത്ത് നമുക്കെന്തിനാണ് പ്രശ്നം? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ വേറൊരാളുടെ വീഡിയോക്കകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ആ വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യ രംഗത്ത് വരും, ബാക്കിയൊക്കെ പിന്നീട് അറിയാം എന്നുള്ളതൊക്കെ. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരിക്കുമല്ലോ ഗംഗ കല്യാണത്തിന് തയ്യാറായത്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കുക. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുക. ഓക്കെ, ബൈ.